Hi friends, welcome to 4th episode of A Passage to English. നമ്മൾ 3 എപ്പിസോഡുകൾ കഴിഞ്ഞു, 4ാമത്തെയാണ്. നമ്മൾ ഇതുവരെ ശ്രദ്ധിച്ചത് എങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിക്കാൻ സാധിക്കാതെ പോയത് എന്നുള്ള മേഖലയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി, അതിന് 4 രൂപങ്ങളുണ്ട് എന്ന് നമ്മൾ പഠിച്ചു. ഗോ വെന്റ് ഗോൺ ഗോയിങ്, പോവുക പോയി എന്നുള്ള മലയാള വാക്കിന് തുല്യമായിട്ട് വരുന്ന ഗോ വെന്റ് ഗോൺ ഗോയിങ്. അതുപോലെ തന്നെ പ്ലേ പ്ലേഡ് പ്ലേഡ് പ്ലേയിങ്, 4 രൂപങ്ങൾ നമ്മൾ പഠിച്ചു. കളിക്കുക കളിച്ചു എന്ന് തുടങ്ങിയിട്ടുള്ള രൂപങ്ങൾ. അതിനകത്ത് ഏറ്റവും കൂടുതൽ അവസാനം ഇ ചേർത്ത് വരുന്ന രൂപങ്ങളാണ് കൂടുതലുള്ളത്. ഇ ചേർത്ത് വരുന്നത് ഇ നമ്മളത് പഠിച്ചു. ഒരു പ്രവൃത്തി ഉണ്ടെങ്കിൽ, ചെയ്യുന്ന ഒരു പ്രവൃത്തി ക്രിയ ഉണ്ടെങ്കിൽ അതിന് കഴിഞ്ഞു പോയ കാലം കിട്ടുന്നതിന് ഇ ചേർത്താൽ മതി അവസാനം എന്ന് നമ്മൾ പഠിച്ചു. പക്ഷെ ചില വേർഡുകൾക്ക് ഇ ചേർത്താൽ പോരാ. 2ാമത്തെയും 3ാമത്തെയും രൂപങ്ങൾ എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ട് വരുന്നു, വളരെ വ്യത്യസ്തമായിട്ട്. അത് 25 എണ്ണം പഠിക്കണം ചുരുങ്ങിയത് എന്ന് നമ്മൾ പറഞ്ഞു. 40-50 ഒക്കെ ഉണ്ടാകാം. ഇ ചേർത്ത് വരുന്നത് 100 കണക്കിലുണ്ട്. 100 എണ്ണം പഠിക്കണം എന്നാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, വീണ്ടും പറയാൻ കാരണം അത് പഠിക്കാതെ മുന്നോട്ടൊരു യാത്രയില്ല. ഇന്ന് പ്രതിപാദിക്കാൻ പോകുന്നത് 1ാമത്തെ രൂപം, 2ാമത്തെ രൂപം, 3ാമത്തേത്, 4ാമത്തേത്. ഡിഫറെന്റ് ആയിട്ട് വരുന്നത് ഗോ വെന്റ് ഗോൺ ഗോയിങ് പോലുള്ള നമ്മൾ കുറെ എണ്ണം പറഞ്ഞു. വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ കാരണം അത്ര ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ടാണ്. ഓക്കെ, അടുത്തത് നമ്മൾ ചെയ്തത് എങ്ങനെയാണ് ഒരു സെന്റൻസ് ഫ്രെയിം ചെയ്യുന്നത് എന്നാണ്. ഒരു സെന്റൻസ് ഫ്രെയിം ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു പ്രവൃത്തി ചെയ്യുന്ന ആൾ ആദ്യം വരണം. ഹിയോ ഷീയോ ദേയോ ഇറ്റോ ഒക്കെ ആണെങ്കിൽ ആദ്യം വരണം. 2ാമത് 1 2 3 4 ഇതിലേതെങ്കിലും ഒരു രൂപം ഉണ്ടായിരിക്കണം. 3ാമത് പ്രവൃത്തിയുടെ ഫലം അനുഭവിച്ച ആള് വരണം, അല്ലെങ്കിൽ വസ്തു വരണം. ടൈം പീരീഡ് ലാസ്റ്റ് വരണം. ഇത്രയാണ് നമ്മൾ 2-3 എപ്പിസോഡുകൾ പഠിച്ചത്. 3ാമത്തെ എപ്പിസോഡ് നമ്മൾ എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യാം. ഹൗ കാൻ എ ക്വസ്റ്റ്യൻ ബി ഫ്രെയിംഡ്, ഹൗ കാൻ ആൻ ഇന്റർഗേറ്റീവ് സെന്റൻസ് ബി ഫ്രെയിംഡ് എന്നായിരുന്നു. അത് ശരിക്കും പലർക്കും മനസ്സിലായിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, കാരണം അത് കുറച്ചുകൂടി ടഫ് മേഖലയാണ്. കഴിഞ്ഞ എപ്പിസോഡ് കൺഫ്യൂഷൻസ് പലർക്കും ഉണ്ട്. എബോ ആവറേജ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ട്, നല്ലതായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ആവറേജ് ബിലോ ആവറേജ് ആയിട്ടുള്ള നമ്മളെല്ലാം ഒരുമിച്ചാണ് എടുക്കുന്നതെന്ന് പറഞ്ഞു. താഴേക്കിടയിലുള്ള ആളുകളെയും, മീൻസ് ഇംഗ്ലീഷിന് പ്രാഥമികമായിട്ട് മാത്രം അറിവുള്ള ആളുകളെയും, എന്നാൽ കുറെ അറിയാൻ പാടുള്ള ആളുകളെയും എല്ലാവരെയും സമന്വയിപ്പിച്ചിട്ടുള്ള ക്ലാസ്സാണ് നമ്മുടെ പോകുന്നത്. നമ്മപ്പോ അതൊന്നുകൂടി നമ്മൾ ക്ലാരിഫിക്കേഷൻ വരുത്തിയാണ്, ക്ലിയർ ചെയ്യുകയാണ്. ഓക്കെ, ഇതില് നമുക്ക് ഈ ഒരു 1ാം രൂപവും 2ാം രൂപവും 3ാം രൂപവുമായിട്ടുള്ള ഈ ക്രിയകൾ, പ്രവൃത്തികളെ പറയുന്ന ഔദ്യോഗികമായിട്ടുള്ള പേരുണ്ട്. ഇത്തരത്തില് അവസാനം ഇ ചേർത്ത് വരുന്ന ക്രിയകളെ പറയുക, പ്രവൃത്തികളെ പറയുക റെഗുലർ വെർബ്സ് ആണ്. റെഗുലർ വെർബ്സ് ഇതുപോലെ വ്യത്യസ്തമായിട്ട് വരുന്നത്, അവസാനം ഇ ചേർത്താൽ പോരാ, വ്യത്യസ്തമായിട്ട് വരുന്ന പ്രവൃത്തികള്, ക്രിയകള്, അത് ഔദ്യോഗികമായിട്ട് പറയുക, ഇംഗ്ലീഷ് ലാംഗ്വേജിൽ പറയുക. നമ്മൾ അത്യാവശ്യം ഗ്രാമർ എന്നൊക്കെ പറയില്ലേ, നമ്മൾ ഗ്രാമർ പഠിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞെങ്കിലും PSC കുട്ടികളൊക്കെ ആവശ്യപ്പെട്ടു. ഞങ്ങൾക്ക് സെന്റൻസ് പറഞ്ഞു പോകുമ്പോൾ, ഈ ക്ലാസ്സിലൂടെ നടക്കുന്ന സെന്റൻസുകൾ പറഞ്ഞു പോകുമ്പോൾ ആ സെന്റൻസ് ഏത് ടെൻസിൽ വരുന്നു, പ്രസന്റ് ടെൻസ് ആണോ, പാസ്റ്റ് ടെൻസ് ആണോ, ഫ്യൂച്ചർ ടെൻസ് ആണോ, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണോ, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണോ, ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണോ എന്നുകൂടി പറഞ്ഞു പോകണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൂടി നമ്മൾ കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു വേർഡ് ഉപയോഗിക്കാൻ കാരണം. ഇറഗുലർ വെർബ്സ്, നമുക്കറിയാം റെഗുലർ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പാന്റ് വായിക്കുമ്പോൾ റെഗുലർ ആയിട്ടുള്ള പാന്റ് വായിക്കും അല്ലെ, ബെൽ ബോട്ടം വേണ്ട, ഏറ്റവും ഒട്ടിയിരിക്കുന്ന ബോട്ടം വേണ്ട, റെഗുലർ ആയിട്ടുള്ള പാന്റ് മതി അല്ലെ. ഇത് റെഗുലർ വെർബ്സ് ആണ്, സാധാരണ ഉള്ള വെർബുകൾ. ഇ അവസാനം ചേർത്താൽ 2ാമത്തെയും 3ാമത്തെയും രൂപങ്ങൾ കിട്ടുന്ന വെർബുകളെയാണ്, ക്രിയകളെയാണ്, പ്രവൃത്തികളെയാണ് റെഗുലർ വെർബ് എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷെ ഇറഗുലർ റെഗുലാരിറ്റി ഇല്ല, അസാധാരണത്വമുള്ള ക്രിയകൾ, പ്രവൃത്തികൾ 25 എണ്ണം പഠിക്കാനാണ് ഞാൻ ആവശ്യപ്പെട്ടത്. അതിൽ വരുന്ന ഒരെണ്ണമാണ് ഗോ
ഗോഡ് അല്ല, ഇടി ചേർത്താൽ പോരാ, വെന്റ്. വ്യത്യസ്തമായിട്ടുള്ള വേർഡാണ് രണ്ടാമത്തെ രൂപമായിട്ട് വന്നിരിക്കുന്നത്. അതിന് വ്യത്യസ്തമായിട്ടാണ് മൂന്നാമത്തെ രൂപം വന്നിരിക്കുന്നത്. നാലാമത്തെ രൂപത്തിന് വ്യത്യാസങ്ങൾ ഒന്നിലും ഉണ്ടാകില്ല. ING ചേർത്താൽ മതി, ING ചേർത്താൽ മതി. ഇത്രയൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച റിപ്പീറ്റേഷൻ ആണ്. കൂടുതൽ റിപ്പീറ്റ് ചെയ്യുമ്പോഴേ നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് നമ്മുടെ കൈക്കുമ്പിളിൽ ഒതുക്കാം എന്നാണ് പറഞ്ഞത് ഞാൻ, അല്ലേ? ഇംഗ്ലീഷ് ഭാഷയെ കൈക്കുമ്പിളിൽ ഒതുക്കാം എന്നാണ് പറഞ്ഞത്. അതിന് നമ്മളൊരു പെയിന്റർ നമ്മുടെ വീട് പെയിന്റ് അടിക്കുകയാണ്. ഹൗസ് ഓണർ പറയും പെയിന്റ് അടിക്കുന്ന പണ്ട് പെയിന്റ് കാണിച്ചു കൊടുക്കും. ഇന്ന കളറിലുള്ള പെയിന്റ് അടിക്കാന്ന് പണ്ട് മറ്റേ പെയിന്റിന്റെ കാറ്റഗറി ഉള്ള ഒരു ഇത് കാണിച്ചിട്ട്, കാറ്റലോഗ് കാണിച്ചിട്ട് ഈ യെല്ലോ അടിക്കാൻ പറയും. പെയിന്റ് ചെയ്യും. ആദ്യത്തെ കോട്ട് അടിച്ചു കഴിയുമ്പോൾ ഹൗസ് ഓണർ പറയും ഈ കളർ അല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഞാൻ ഉദ്ദേശിച്ച കളറായിട്ടില്ല. ഓക്കെ, അപ്പൊ പെയിന്റ് പറയും ശരി നമുക്ക് മാറ്റാം. രണ്ടാമതൊരു കോട്ടും കൂടി അടിക്കും. വീണ്ടും ഹൗസ് ഓണറെ വിളിച്ച് കാണിക്കും, അല്ലെങ്കിൽ ബിൽഡിംഗ് ഓണറെ വിളിച്ച് കാണിക്കും. ഇപ്പൊ എങ്ങനെയുണ്ട് സാറേ? കുഴപ്പമില്ല, നേരത്തെ തന്നെ നന്നായിട്ടുണ്ട്, പക്ഷെ ഇപ്പോഴും ക്ലാരിറ്റി ഇല്ല, ക്ലിയർ ആയിട്ടില്ല, കുറച്ചും കൂടി ഗ്ലോ ഇല്ല, അല്ലെങ്കിൽ പെർഫെക്ഷൻ വന്നിട്ടില്ല എന്ന് പറയും, അല്ലേ? മൂന്നാമത്തെ കോട്ട് പെയിന്റ് അടിച്ചു കഴിയുമ്പോൾ ആ ബിൽഡിങ്ങിന്റെ ഓണർ അല്ലെങ്കിൽ പെയിന്റ് അടിക്കാൻ ഏൽപ്പിച്ച ആൾ എന്ത് പറയും? ഈ കളറാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറയും, അല്ലേ? കാരണം എന്താ? കുറച്ച് റിപ്പീറ്റ് ചെയ്ത് അതേ പെയിന്റ് തന്നെ അടിച്ചത്, പക്ഷെ രണ്ടും മൂന്നും കോട്ട് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആ പെർഫെക്ഷൻ കിട്ടിയല്ലേ? ഇംഗ്ലീഷിലും അങ്ങനെ തന്നെയാണ്. ആദ്യം മനസ്സിലായില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഉപേക്ഷിക്കാൻ പോയാൽ നമുക്ക് ഇംഗ്ലീഷിനെ പിടിക്കാൻ പറ്റില്ല, നമ്മുടെ കൈക്കുമ്പിളിൽ ഒതുക്കാൻ പറ്റില്ല. നോടി, അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് വീണ്ടും വീണ്ടും നമ്മൾ ആവർത്തിച്ച് അത് കേൾക്കുക, പ്രാക്ടീസ് ചെയ്യുക, എഴുതിയെടുക്കുക. അത്തരം മേഖലയിലേക്ക് നമ്മൾ കടന്നാൽ മാത്രമാണ് കുറച്ചുകൂടി ഇംപ്രൂവ്മെന്റ് ഉണ്ടാവുള്ളൂ, ഡെവലപ്മെന്റ് ഉണ്ടാവുള്ളൂ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇതിനോടൊപ്പം വേണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇറഗുലർ വെർബ്സും റെഗുലർ വെർബ്സും, അതിന്റെ കൂടെ നമ്മൾ ഒരാളെയും കൂടി വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പരിചയപ്പെടേണ്ടതുണ്ട്. അതാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് അതുകൂടി പഠിച്ചു കഴിയുമ്പോഴാണ് നമ്മൾ എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യാം, അല്ലെങ്കിൽ ഇന്ററോഗേറ്റീവ് സെന്റൻസ് ഫ്രെയിം ചെയ്യാം എന്നുള്ളത് ഒന്നും കൂടി എക്സ്പ്ലെയിൻഡ് ആയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇത്തരത്തില് നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള വെർബുകൾ, ഇറഗുലർ വെർബുകൾ, ക്രിയകൾ, ചെയ്യുന്ന പ്രവൃത്തി 25 ഞാൻ പഠിക്കാൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറയുകയാണ്. ഇതിന്റെയൊക്കെ മുന്നില്, ഈ 4 രൂപങ്ങളുടെയും മുന്നില്, മൂന്നാമത്തെ രൂപത്തിന്റെയും മുന്നില്, നാലാമത്തെ രൂപത്തിന്റെയും മുന്നില് കുറച്ച് ആളുകൾ വരുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് അറിയാൻ പാടില്ലാത്തതും കൂടിയാണ് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനും പഠിക്കാനും പറ്റാതെ പോയത്. നമ്മുടെ ക്ലാസ് എങ്ങനെ പോവുക, ഇംഗ്ലീഷ് എങ്ങനെ എളുപ്പത്തിൽ പഠിക്കാം, എങ്ങനെ എളുപ്പത്തിൽ സംസാരിക്കാം എന്നല്ല. എന്തുകൊണ്ട് ഇംഗ്ലീഷ് എളുപ്പത്തിൽ പഠിക്കാൻ സാധിച്ചില്ല, എന്തുകൊണ്ട് എളുപ്പത്തിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കുന്നില്ല, അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിന്റെയൊക്കെ മുമ്പില് 24 പേരുണ്ട്. നമ്മൾ കേട്ടിട്ടില്ലേ? അലിബാബയും 41 കള്ളന്മാരും. അതുപോലെ തന്നെ ഇംഗ്ലീഷിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇംഗ്ലീഷും 24 സെക്യൂരിറ്റികളും എന്നും കൂടി പഠിക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് കുറച്ച് പോർഷൻ എടുത്തത് മലയാളം പോലെ അല്ലെങ്കിൽ ഹിന്ദി പോലെ ഇന്ത്യയിലെ മറ്റ് ഭാഷ പോലെ അല്ല ഇംഗ്ലീഷ് നമുക്ക് പഠിക്കാൻ പറ്റാത്തതിൽ കുറച്ച് കുഴപ്പങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്, അതായത് നമ്മൾ പ്രതിപാദിക്കുന്നത്. 24 വേർഡ്സ് ഉണ്ട് ഇംഗ്ലീഷില്, അവർക്ക് അർത്ഥമില്ല. മലയാളത്തിൽ അങ്ങനെ ഒരു വേർഡ് ഉണ്ടെന്ന് എനിക്കറിയില്ല, ഹിന്ദിയിലുണ്ടെന്ന് എനിക്കറിയില്ല, അർത്ഥമില്ലാത്ത വേർഡ്. ഇംഗ്ലീഷിൽ 26 വേർഡിന് അർത്ഥമില്ല. ഈ വേർഡുകൾക്കെല്ലാം മീനിങ് ഫുൾ ആണ്, മീനിങ് ഫുൾ ആണ്. ഈ വേർഡ്സ് എല്ലാം മീനിങ് ഫുൾ ആണ്. നമുക്കറിയാം, ഗോ പോവുക, വെന്റ് പോയി, ഗോൺ, ഗോയിങ്, പ്ലേ കളിക്കുക, പ്ലേഡ് കളിച്ചു. പക്ഷെ ഇവിടെ വരുമ്പോൾ വില്ലിന് അർത്ഥമില്ല, വുഡ്. നമ്മൾ 24 വേർഡ് പറഞ്ഞു അർത്ഥമില്ലാത്തത്. വില്ല്, വുഡ്, ഷാൽ, ഷുഡ്, മേ, മൈറ്റ്, ക്യാൻ, കുഡ്, മസ്റ്റ്, ഡു, ഡസ്. 10-11 ഇവിടെ തന്നെ ആയി അല്ലേ? ഒന്നിനും അർത്ഥമില്ല. പിന്നെ എപ്പോഴും അർത്ഥം കിട്ടുക ഇവരുടെ കൂടെ ഇപ്പോഴത്തുള്ള അർത്ഥമുള്ള വേർഡുകൾ അതിന് ശേഷം വരും, ഇവര് മുന്നിൽ വരും. അതുകൊണ്ടാണ് സെക്യൂരിറ്റി ആണെന്ന് പറഞ്ഞത്. ഹെൽപ്പിംഗ് വെർബാണ്, സഹായിക്കാൻ വേണ്ടി വരുന്നതാണ്. അർത്ഥമില്ല, അർത്ഥം ധ്വനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഗോ എന്ന് പറയുമ്പോൾ പോവുക എന്നാണ്. വിൽ ഗോ ആകുമ്പോൾ അതിന് സംഭവിക്കാൻ പോകുന്നേ ഉള്ളൂ, പോകും. അതിനു വേണ്ടിയിട്ടാണ് ഈ ബില്ല് വന്നത്. ബില്ലിന് വെറുതെ പറഞ്ഞാൽ അർത്ഥമില്ല, വുഡ് വെറുതെ പറഞ്ഞാൽ അർത്ഥമില്ല,
ഷാൽ വെറുതെ ഷാൽ എന്ന് പറഞ്ഞാൽ ഒരർത്ഥവുമില്ല. പ്ലേ എന്ന് പറഞ്ഞ അർത്ഥമുണ്ട്, കളിക്കുക എന്നാണ്. പ്ലേഡ് കളിച്ചു എന്നാണ്. പക്ഷെ കുട്ടി എന്ന് പറഞ്ഞാൽ ഒരർത്ഥവുമില്ല. നിർബന്ധമായിട്ടും 24 വേർഡുകളാണ് നമ്മൾ പരിചയപ്പെട്ടിരിക്കേണ്ടത്. അതുകൊണ്ടാണ് പ്രാഥമികമായ ക്ലാസ്സിൽ തന്നെ 4ാമത്തെ എപ്പിസോഡിൽ തന്നെ ഇത് പറയുന്നത്. ആദ്യം കേൾക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തോന്നും, പഠിക്കാൻ കുറച്ച് കോംപ്ലിക്കേഷൻ തോന്നുമെങ്കിലും നമ്മൾ കുറച്ച് ഡെഡിക്കേറ്റഡ് ആവേണ്ടി വരും. കുറച്ചുകൂടി അർപ്പണബോധം, വിൽ പവർ, ഇച്ഛാശക്തിയൊക്കെ അപ്ലൈ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ എഴുതാൻ പോകുന്ന ഒരു വേർഡ് കൂടിയാണ്, അത് പ്രധാനമായിട്ടുള്ള പോയിന്റ് ആണ്. ഡു, ഡിഡ്, ഡൺ, ഡൂയിങ്. ഇത് ഇറഗുലർ വെർബാണ് നമ്മൾ പറഞ്ഞു അല്ലേ, അസാധാരണത്വമുള്ള. അവസാനം ഈഡി ചേർത്താൽ പോരാ, രണ്ടാമത്തെ രൂപവും മൂന്നാമത്തെ രൂപവും വളരെ വ്യത്യസ്തമായിട്ട് വരുന്നു. ഡു, ഡൂഡ് അല്ല, ഡൂഡ്, ഡൂഡ് അല്ല, ഡു, ഡിഡ്, ഡൺ, ഡൂയിങ്, ഡിഡ്, ഡൺ വ്യത്യസ്തമായിട്ട് വരുന്നു. ഇത് തന്നെ ഇവിടെയും വരുന്നുണ്ട്, അർത്ഥമില്ലാത്തതിൽ ഡു. ഈ ഡൂവും തമ്മിൽ കൺഫ്യൂഷൻ ആയില്ലേ? ആ കൺഫ്യൂഷൻ കൂടി സായിപ്പ് നമ്മൾക്ക് വരുത്തി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെയും ഡിറ്റ് വരുന്നുണ്ട്, ഡിറ്റ് വരുന്നുണ്ട്. രണ്ടാമത്തെ രൂപത്തിന്റെ കൂടെ ഡിറ്റ് വരുന്നുണ്ട്. അതാണ് നമ്മൾ അടുത്ത പോർഷനായിട്ട് ചെയ്യാൻ പോകുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ഇത്രയും തന്നെ ഇമ്പോർട്ടൻസ് ഇതിന്റെ മുന്നിൽ വരുന്ന, ഇവരെ സഹായിക്കാൻ വേണ്ടി ഇതിന്റെ മുന്നിൽ വരുന്ന ഹെൽപ്പിംഗ് വെർബുകൾ അല്ലെങ്കിൽ സെക്യൂരിറ്റി ആയിട്ട് വരുന്ന, സുരക്ഷ ഒരുക്കാൻ വരുന്ന 24 വേർഡുകൾക്ക് ഇംഗ്ലീഷിൽ പ്രാധാന്യമുണ്ട്. എന്ന് പറഞ്ഞാൽ ഡിഡ് ആണ് നമ്മൾ പറഞ്ഞത്. ഡിഡ് എന്ന് പറഞ്ഞാൽ അർത്ഥമുള്ളതാണെങ്കിൽ ചെയ്തു എന്നാണ് അർത്ഥം. പക്ഷെ ഡിഡ് ഗോ എന്ന് പറഞ്ഞാൽ, ഡിഡ് ഗോ എന്ന് പറഞ്ഞാൽ വെന്റ് ആണ്, പോയി എന്നാണ് അർത്ഥം. ഡിഡ് ഗോ ഈസ് ഈക്വൽ ടു വെന്റ്. അപ്പൊ ഇവിടെ ഡിഡ് എന്തിനാണ് വന്നത്? ഡിഡിനകം ചെയ്തു എന്നല്ലേ. ഡിഡ് ഗോ വെന്റ് ആവുന്നു, പോയി എന്നർത്ഥമാവുന്നു. നമ്മള് ഡു ഡിഡ് എന്ന് പഠിച്ച ഒരാള്, ഡു ചെയ്യുക ഡിഡ് ചെയ്തു എന്ന് പഠിച്ച ഒരാള് ഡിഡ് കാണുമ്പോൾ എന്ത് തെറ്റിദ്ധരിക്കും? ചെയ്തു എന്ന് തെറ്റിദ്ധരിക്കും. ഡു ചെയ്യുക, ഡിഡ് ചെയ്തു, അതാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. ഡു ചെയ്യുക, ഡിഡ് ചെയ്തു. അങ്ങനെയാണ് എങ്കിൽ ഡിഡ് ഗോ കാണുമ്പോൾ നമ്മൾ എന്ത് തെറ്റിദ്ധരിക്കും? ചെയ്തു പോവുക, ചെയ്തു പോവുക. പക്ഷെ ആ അർത്ഥമാണ് വരുന്നത്. ഇവിടെ ഡിഡിന് മീനിങ്ലെസ് ആണ്, മീനിങ്ലെസ്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, മീനിങ്ലെസ് ആണ്. മീനിങ്ലെസ് ആണ് എന്ന് പറഞ്ഞാൽ ഡിഡ് ഗോ എന്നുള്ള വാക്ക് കഴിഞ്ഞു പോയ രൂപത്തെ കാണിക്കുന്നു. ഡിഡ് എന്തിനാണ് വന്നിരിക്കുന്നത്? കഴിഞ്ഞു പോയ കാലത്തെ പ്രതിനിധീകരിക്കാൻ വേണ്ടി വന്നിരിക്കുന്നതാണ് ഡിഡ്. അർത്ഥം ഇല്ല. ഗോയുടെ തന്നെ അർത്ഥമാണ്. ഗോ എന്ന് പറഞ്ഞ വേർഡ് സംഭവിച്ചു കഴിഞ്ഞു, വെന്റായി എന്നറിയിക്കാനാണ് ഡിഡ് വന്നിരിക്കുന്നത്. ചെയ്തു എന്നുള്ള അർത്ഥം ഇല്ല. ഈ ഡിഡ് നമ്മൾ പഠിക്കുന്നില്ല എങ്കിൽ അതുപോലെ ഡൂവിനും ഇത്തരത്തിൽ അർത്ഥമില്ലാതെ ഡു വരുന്നുണ്ട്. ഹാവ്, ഹാഡ്, ഹാഡ്, ഹാവിങ്. ഉണ്ട് എന്നാണ് അർത്ഥം. ഉണ്ടായിരുന്നു, ഉണ്ട്, ഉണ്ടായിരുന്നു. ഈ ഹാവ് കാർഡും ഇവിടെ തന്നെ വരുന്നുണ്ട്, മീനിങ്ലെസ് ആയിട്ട് വരുന്നുണ്ട്. ഹാവ് കാർഡും മീനിങ്ലെസ് ആയിട്ട് വരുന്നുണ്ട്. എന്തായിട്ട്? 24 മീനിങ് ഇല്ലാത്ത ആളുകളുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ആരുണ്ട്? ഈ ഹാവ് കാർഡും ഉണ്ട്. ഈ ഹാവ് കാർഡും എവിടെയും ഉണ്ട്. ഇംഗ്ലീഷ് ലാംഗ്വേജ് കൈകാര്യം ചെയ്യുമ്പോൾ അർത്ഥമില്ലാത്ത 24 വേർഡുകൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിനകത്ത് വില്ല്, വുഡ്, ഷാൽ, ഷുഡ്, മേ, മൈറ്റ്, ക്യാൻ, കുഡ്, മസ്റ്റ്. അതിന്റെ കൂട്ടത്തിൽ ആരുണ്ട്? ഡിഡ്, ഹാവ്, ഹാഡ്. ഈ ഡൂവും ഡസും ഒക്കെ അതിന്റെ കൂട്ടത്തിലുമുണ്ട്. അപ്പൊ ഒരു ഹാവ് വരുമ്പോഴും, ഒരു ഡിഡ് വരുമ്പോഴും, ഹാഡ് വരുമ്പോഴും, ഒരു ഡു ഡസ് വരുമ്പോഴും ഇത് അർത്ഥമില്ലാത്ത കാര്യത്തിലാണോ വന്നിരിക്കുന്നത്? ഹാവ് എന്ന് പറയുമ്പോൾ ഉണ്ട് എന്ന് പറയാനാണോ ഇദ്ദേഹം വന്നിരിക്കുന്നത്? നമുക്ക് മനസ്സിലായില്ല എങ്കിൽ ഇംഗ്ലീഷ് പഠിക്കാനും സംസാരിക്കാനും പറ്റില്ല. ഈ ഡിറ്റ് വന്നിരിക്കുന്നത് അർത്ഥമില്ലാത്ത കാര്യത്തിലാണോ
ഇതുപോലെ ചെയ്തു എന്ന് പറയാനുള്ള അർത്ഥമുള്ള മീനിങ് ഫുൾ ആയിട്ടുള്ള കാര്യത്തിലാണോ വന്നിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല എങ്കിൽ ഇംഗ്ലീഷ് പഠിക്കാനും സംസാരിക്കാനും നമുക്ക് കഴിയില്ല. അപ്പോ 24 പേരെ നമ്മൾ പരിചയപ്പെടുകയാണ്. അടുത്ത ദിവസങ്ങളിൽ അവരെ കൂടി പരിചയപ്പെട്ട് കഴിഞ്ഞാൽ, ഒരു 100 പേരെ ഇവരെയും പരിചയപ്പെട്ട് കഴിഞ്ഞാൽ, you entered the build of English language. There is no doubt about it. Okay? നമ്മുടെ 4ാമത്തെ എപ്പിസോഡാണ് ഇന്ന് ചെയ്തത്. ഇതിൽ ഏറ്റവും കൂടുതൽ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള കാര്യമാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ നമുക്ക് പഠിക്കാൻ പറ്റാതെ പോയ മേഖലയാണ് നമ്മൾ സ്പർശിച്ചു പോകുന്നത്. നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റാതെ പോയത് എവിടെയൊക്കെ വെച്ച് നമുക്ക് ഒരുപാട് സംശയങ്ങൾ വരും. അത് ക്ലാരിഫൈ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ക്ലിയർ ചെയ്യാൻ ആരുമില്ലെങ്കിൽ നമ്മൾ നിർത്തിക്കളയും. അങ്ങനെയാണ് സ്കൂളുകളിലും കോളേജുകളിലും കുട്ടികളെ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ നിർത്തിക്കളയുന്നത്. ഇപ്പൊ തന്നെ നമ്മൾ പറഞ്ഞില്ല, ഡിഡ് ചെയ്തു എന്നാണ്. പക്ഷെ ഡിഡ് വേറെ സ്ഥലത്ത് വരുമ്പോൾ ഒരു അർത്ഥമില്ല. ഡിഡ് ഗോ എന്താണ്? ഡിഡ് ഗോ എന്താണ്? ചെയ്തു പോവുക, അങ്ങനെയല്ലോ, പോയി എന്നാണ് അർത്ഥം. അതുപോലെ തന്നെ ഹാവ്, ഹാഡ്, ഓക്കെ, ഹാവ് ബീൻ, ബീൻ, ബീയിങ്. ഈ ഹാവ് ബീനെ കാണുമ്പോൾ ഞാൻ നിർത്തും ഇംഗ്ലീഷ് പഠിക്കല്. ചില സ്ഥലത്ത് ഡിഡ് വരുമ്പോൾ നിർത്തും. ഡു ഡസ് ആവുന്നു, കം കംസ് ആവുന്നു, ഗോ ഗോസ് ആവുന്നു, ഹാവ് ബീൻ വരുന്നു, ബീയിങ് വരുന്നു, നിർത്തിക്കളയും. ഒറ്റയടിക്ക് നമ്മൾ ഇത്തരം കാര്യങ്ങൾ അപ്ലൈ ചെയ്യാത്തത്, പഠിപ്പിക്കാത്തത്, ക്ലാസ്സിൽ സ്പർശിക്കാതെ പോകുന്നത് നമുക്ക് നമ്മുടെ ബ്ലാങ്ക് ആയി പോകരുതല്ലോ. നമ്മുടെ ബ്രെയിൻ എംപ്റ്റി ആയി പോകരുത്. അയ്യോ എനിക്ക് പറ്റുന്നില്ല, എനിക്ക് ഹാർഡാവുന്നു, പഠിക്കാൻ പറ്റുന്നില്ല. നമ്മൾ ഏറ്റവും സിംപ്ലിഫൈ ചെയ്താണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാ എപ്പിസോഡും കാണുക. അടുത്ത എപ്പിസോഡ് കൃത്യമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റാത്ത മേഖലകൾ മാത്രമാണ് ആദ്യത്തെ എപ്പിസോഡ് സ്പർശിക്കുന്നത്. അത് സ്വായത്തമാക്കി കഴിഞ്ഞാൽ വളരെ ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാനും ഇംഗ്ലീഷ് എന്ന പഠന മേഖലയിൽ അല്ലെങ്കിൽ ഒരു ഭാഷയെ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ ഒരു മുതൽക്കൂട്ടായിട്ട് കൊണ്ടുനടക്കാൻ പറ്റും. അടുത്ത എപ്പിസോഡിൽ കാണാം. ഗുഡ് ലൈഫ്.